യുവത്വം നിലനിർത്താൻ നമ്മൾ യങ്ങായിട്ടും എനർജറ്റിക് ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് സ്കിൻ കെയർ, രണ്ടാമത്തേത് ഫുഡ്, മൂന്നാമത്തേത് എക്സസൈസ്. ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്കിൻ കെയറിൽ നമുക്ക് ധാരാളം വെള്ളം കുടിക്കുക, സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിർത്തുക. ആഴ്ചയിൽ 2-3 തവണ എണ്ണ തേച്ച് കുളി ശീലമാക്കുക. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കുന്ന ദിവസം ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ പയറുപൊടിയോ അല്ലെങ്കിൽ പയറുപൊടി മഞ്ഞളോ അല്ലെങ്കിൽ കടലമാവോ തേച്ചിട്ട് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ ശീലമാക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ശീലമാക്കുക. ഓറഞ്ച്, മൊസമ്പി പോലെയുള്ളവ. ഒരു നെല്ലിക്ക ദിവസേന കഴിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പ്രധാനമായിട്ടും ഇലക്കറികൾ എന്നും ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കും. കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതായത് ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയവ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയ മത്സ്യങ്ങൾ, പിന്നെ പംകിൻ സീഡ്, ചിയ സീഡ്, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പ്രോട്ടീൻസ് ശീലമാക്കുക. ചെറുപയർ, ബീൻസ്, ചിക്കൻ, എഗ് വൈറ്റ് തുടങ്ങിയവ. പിന്നെ കുക്കുംബർ, വാട്ടർമെലൺ, തേങ്ങാവെള്ളം, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ദിവസേന ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. എക്സസൈസ് മിനിമം 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ 35+ ആയിട്ടുള്ള ലേഡീസ് ഒക്കെ പ്രധാനമായിട്ടും വെയിറ്റ് ട്രെയിനിങ് എക്സസൈസും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ യങ് ആയിട്ടും എനർജറ്റിക് ആയിട്ടും യൂത്ത്ഫുൾ ആയിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ ശാന്തമാക്കും. സ്ട്രെസ് കുറയ്ക്കാനും ഉന്മേഷത്തോടും എനർജറ്റിക് ആയിട്ടും അതുപോലെ തന്നെ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും യൂത്ത്ഫുൾ ആയിട്ടും ഇരിക്കാനും സഹായിക്കുന്നതാണ്.